ഇസ്ലാമിക് ഫിനാൻസ് റൂൾസ് പലരും ചോദിക്കുന്നതാണ്. ഇസ്ലാമിക് ഫിനാൻസ് റൂൾസ് പ്രകാരം ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ ഇന്ത്യയിൽ ലഭ്യമാണോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇന്നൊന്നല്ല, 1996 മുതൽ 1996 മെയ് 24 മുതൽ ഇന്ത്യയിലുണ്ട്. അത് വേറെ ആരുമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും അധികം വിശ്വാസയോഗ്യമായ കമ്പനികളിൽ ഒന്നായ ടാറ്റ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ഈ ഫണ്ട് ഷറിയ കംപ്ലൈൻറ്റ് ഫണ്ടാണ്. സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉള്ള ഫണ്ടാണ്. ഈ ഫണ്ടിൻ്റെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിലാണെങ്കിലും അതിന് കൃത്യമായി മദ്യം, സിഗരറ്റ്, അതുപോലെ മദ്യം, ടുബാക്കോ, അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, ലോട്ടറി, സ്പിരിറ്റ്, മൃഗം, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ഇതുപോലെയുള്ള കമ്പനികൾ ഒരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന റിട്ടേൺ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. അതുപോലെ അത് മാത്രമല്ല, ഡെറ്റുള്ള കമ്പനികൾ, കടമുള്ള കമ്പനികൾ, അത് കടമുണ്ടെങ്കിൽ അവിടെ പലിശ കൊടുക്കേണ്ടി വരുമല്ലോ, അതുപോലും ഒഴിവാക്കിയിട്ടാണ് കമ്പനികളെ സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്ത മാത്രമല്ല, പീരിയോഡിക് മോണിറ്ററിംഗ് ഉണ്ട്. ഈ രീതിയിൽ തന്നെയാണ് കമ്പനികൾ പോകുന്നത്. എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ കമ്പനി അതിൽ നിന്ന് എക്സിറ്റ് ആക്കും, പുതിയ കമ്പനികളെ നമ്മൾ അതിൽ ചേർക്കും. ഇതിൻ്റെ പേര് ടാറ്റ എത്തിക്കൽ കമ്പനി എത്തിക്കൽ ഫണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയ അന്ന് മുതൽ, ഇപ്പം 96 എന്ന് പറഞ്ഞാൽ 29 കൊല്ലമായി. 29 കൊല്ലമായിട്ട് ആവറേജ് ഗ്രോത്ത് 15% ആവറേജ് ഗ്രോത്ത്. കൂടിയും കഴിഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും നിശ്ചിതമായ ലാഭമായിരിക്കില്ല. ഒരു ബിസിനസ് പോലെ തന്നെയാണത്. കൂടി ഇന്ന് ലാഭം വരാം, ഇന്ന് നഷ്ടം വരാം. പക്ഷെ ആവറേജ് ഗ്രോത്ത് ആ ഒരു ബിസിനസിന്റെ ലാഭവിഹിതം 15%. ചില കൊല്ലം കൂടും, ചില കൊല്ലം കുറയും. ആവറേജ് നോക്കുകയാണെങ്കിൽ 15% താഴെ അത് പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു നല്ലൊരു കാര്യമാണ്. ഇതിന് കറക്റ്റായ മോണിറ്ററിംഗ് സംവിധാനമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതുപോലെയുള്ള ഫണ്ടുകൾ അറിയാനും ഇതിൽ ചേരാനും താല്പര്യമുള്ള തീർച്ചയായും എന്നെ ബന്ധപ്പെടാം. വേണ്ട കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. എൻ്റെ പേര് അലക്സിയോസ് കുര്യൻ. താങ്ക് യു.